ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജി ആർലോക്ക്. നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വല ഇട്ടിട്ടുണ്ട്. 80-85 വലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ പോയി നോക്കാം വെള്ളം ഉണ്ടോ ഇല്ലെന്ന്. എന്തായാലും എന്തേലും കാണാതിരിക്കത്തില്ല, അതുറപ്പാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. അതുപോലെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇവിടെ നമ്മൾ വല ഇട്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടൊരു 8 മണിയായപ്പം കൊണ്ടിട്ടതാണ്. അത്യാവശ്യം പോളയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വല കിടക്കുന്നിടത്ത് കൂടെ വെള്ളം പോകുന്നത്. മച്ചന്മാർ നമ്മളിത് പയ്യെ വല അങ്ങ് വലിക്കാനായിട്ട് പോവുകയാണ്. വലിയ വെള്ളത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, വീടിൻ്റെ മുന്നിൽ തന്നെയാണല്ലോ. വലിയ വെള്ളമാകുമ്പോഴത്തേക്കിന് സേഫ്റ്റി ആയിട്ട് അങ്ങ് ഇരിക്കാമല്ലോ. എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പയ്യെ വലിക്കാൻ പോവാണ്. കണ്ട പോള കണ്ടോ, നിരന്ന് കിടക്കുന്നുണ്ടോ? ഈ പോള വന്നു കഴിഞ്ഞാൽ പണിയാണ്. വലയിൽ കയറിക്കഴിഞ്ഞാലേ കണ്ടോ, ആ കിടക്കുന്ന നമ്മുടെ താങ്ങുന്നതാണ്. പോള നമ്മുടെ വലയിലുണ്ട്, ഉറപ്പാണ്. അപ്പം നമുക്ക് പയ്യെ വലിക്കാം. അത് അടിപൊളി ഒരു കരിമീൻ കറി വരുന്നുണ്ട്. അത് കണ്ടോ, അടിപൊളി ഒരു സാധനം. ചത്തുപോയി, അവൻ നേരത്തെ എങ്ങാണ്ട് വീണതാണ്. സാധാരണ കരിമീൻ അങ്ങനെ ചാകുന്നതല്ല, വലയിൽ വീണല്ലേ കുറച്ച് നേരം കിടക്കുന്നതാണ്. കണ്ട, അടിപൊളി സാധനം. സമരം അടുത്ത നങ്ക് വരുന്നുണ്ട്. നങ്ക് അടിപ്പന ഒരു നങ്ക് കണ്ട, അടിപ്പ സാധനം. കണ്ട, എൻ്റെ സൈസ് കണ്ടോ. നങ്ക് പിന്നെ പെട്ടെന്നൊന്നും ചാകത്തില്ല, അങ്ങനെ കിടന്നോളും. 2 ദിവസം വരെ അങ്ങനെ കിടന്നോളും വലയിൽ. അടുത്തത് അടിപൊളി ഒരു മഞ്ഞക്കുരി കയറി വരുന്നുണ്ട്. ആടിപ്പ സാധനം കണ്ട, ചത്തിട്ടില്ല. ആടിപ്പ സാധനം കണ്ട, അതിൻ്റെ സൈസ് കണ്ടോ. നമുക്ക് പോളയും വരുന്നുണ്ട്. പോളയും പണിതരും ഇങ്ങനെ വല പൊങ്ങിയിരിക്കുന്ന കാരണേ. ഒന്നും ആയില്ലേ. കണ്ട, അടിപ്പ മഞ്ഞക്കുരി അല്ലേ. കണ്ട, പയ്യെ മറിഞ്ഞ് കിടക്കാൻ നോക്കുവാണേ. കണ്ട, കൊമ്പേ കുത്തി മറിയാൻ പോവാണ്. കണ്ട കണ്ട, മറിഞ്ഞ്. അടുത്ത നങ്ക് കണ്ട, അത്യാവശ്യം നങ്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടാൽ മതിയായിരുന്നു, നങ്കായാലും മതിയായിരുന്നു. നമ്മൾ കരിമീനാണ് സാധാരണ 80-85 കിട്ടുന്നത്. നങ്കും കിട്ടും. അടുത്ത നങ്ക് കണ്ട, മച്ചാമര ഒരു അടിപൊളി ഒരു മഞ്ഞക്കുരി വരുന്നുണ്ട്. കണ്ടോണേ, അതിൻ്റെ സൈസ് കണ്ടോ, അടിപൊളി സാധനം കണ്ടോ, നല്ല സൈസാന്ന് നോക്കി. പോളയും വരുന്നുണ്ട് കണ്ടോ, നല്ല സൈസ്. ഒരു 250 ഗ്രാം ഉറപ്പായിട്ടും വരും. 250 അല്ലെങ്കിലേ ഉള്ളൂ.
കണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ, അടിപൊളി സാധനം. അടുത്ത നങ്ക് കണ്ടോ കണ്ടോ. അപ്പുറത്തെ ഈ ഡ്രോണിന് കീടനാശിനി അടിക്കുക, അതാണ് അവിടെ അവർ സംസാരിക്കുന്നത്. കണ്ടതേ അടുത്ത നങ്ക്. നമുക്ക് നോക്കാം എങ്ങനെ അവർ ഡ്രോണിലെ കീടനാശിനി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് കഴിയട്ടെ. ചമരത്തെ അടുത്ത നങ്ക്. നങ്ക് നമുക്ക് ഈ വട്ട വിടുവായിരുന്ന കുറച്ചും കൂടെ കിട്ടിയേനെ, പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ, ചെറിയ ഒഴുക്കുണ്ട്. ഇത് തെളിഞ്ഞ വലയായ കാരണം പെട്ടെന്ന് ചവറ് കയറി പിടിക്കും. ചമര അപ്പം നമ്മുടെ വല തീർന്നു കേട്ടോ. നമുക്ക് കിട്ടിയ മീനാണ് ഈ കിടക്കുന്നത്. 2 അടിപൊളി മഞ്ഞക്കുരിയുണ്ട്, അതുപോലെ നങ്ക് ഒരു 1/2 കിലോ കാണും, 1/2 കിലോയുടെ മുകളിലുണ്ട്. ഒരു കരിമീനും. ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത്. നങ്ക് ചത്തിട്ടില്ല, മഞ്ഞക്കൂരിയും ചത്തിട്ടില്ല, കരിമീൻ മാത്രം ചത്തു പോയുള്ളൂ. അത് നേരത്തെ എങ്ങാണ്ട് വീണതുകൊണ്ടാണ് ചത്തത്, അല്ലെ അത് അങ്ങനെ ചാകുന്നതല്ല. കണ്ടോ നങ്ക് അടിപൊളി മീനാണ്. പിന്നെ പൊളിക്കാൻ മാത്രം ശകലം പാടുണ്ടെന്നേ ഉള്ളൂ. അതും കുഴപ്പമില്ല, ഈ ചൂടുവെള്ളത്തിലോട്ട് ഇട്ടാൽ മതി, പെട്ടെന്ന് പൊളിച്ചെടുക്കാം. കണ്ടോ അപ്പം ഇത്രയാണ് കിട്ടിയത് നമുക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് അപ്പുറത്ത് 6000 ഇപ്പം ഡ്രോണിന് അവർ കീടനാശിനി അടിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഡ്രോണിന് കീടനാശിനി അടിക്കുന്നതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടോ ഇത് 6000 അപ്പം നമ്മൾ പയ്യെ വള്ളത്തിലോട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. ഇതാണ് ഡ്രോണ്. കണ്ടോ വിഷവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക അതിനകത്തോട്ട്. 7 ലിറ്റർ വെള്ളം കാണ്ട് കൊള്ളും, വെള്ളവും വിഷവും കൂടെ. കണ്ടോ അതുകൊണ്ട് 1 ഏക്കർ അടിക്കാനായിട്ടാണ്ട് 5 മിനിറ്റ് മതിയെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് നോക്കാം. രണ്ടുപേരും വാശിക്കാ പിടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് വേണോ? വേണോ കേട്ടാച്ചി? വേണോ? 1 ഏക്കർ അടിക്കാനായിട്ടാണ്ട് 750 രൂപ വേണ്ട ചാർജ് അവർ പറയുന്നത് കേട്ടോ. കണ്ടോ അതുപോലെ തന്നെ ഇത് അടിച്ചു പോകുന്ന മാപ്പല്ല അവർ അറിയുന്നത്. മാപ്പുണ്ട് ഇവർക്ക്, ഈ മൊബൈലിലെല്ലാം കണ്ട് മാപ്പ് ഇത് റെഡിയാക്കുന്നുണ്ട്, ഇത് പോകുന്ന റൂട്ടേ. അങ്ങനെയാണ് ഇത് അടിക്കുന്നത്. കണ്ടോ അടിക്കാൻ തുടങ്ങി. കണ്ടോ വീഴുന്ന സ്ഥലം കണ്ടോ, കണ്ടോ വീഴുന്നുണ്ടോ.
അപ്പോൾ അത് ഇവർക്ക് ഈ മൊബൈലിൽ അറിയാം. അങ്ങനെയാണ് അടിക്കുന്നത്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഒരേക്കറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. സംഭവമൊക്കെ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ തൊഴിലാളികളുടെ പണി പോകുന്നേ ഉള്ളൂ. പിന്നെ അധികം ഏക്കറൊക്കെ ഉള്ളവർക്ക് ഇത് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ആൾക്കാരെ കിട്ടാനും ഇപ്പോൾ ഇല്ലല്ലോ. കണ്ടോ, സാധനം വന്ന് താഴെ ഇറങ്ങി.